Hello students, welcome back. So in the last section we were discussing Dalton's law of partial pressure and its application. Okay, so we studied first application of Dalton's law, that is Dalton's law can be used to calculate the total pressure of a mixture of a gas after mixing. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മളത് രണ്ടാമത് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് പോവാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ സീയുടെ കരയിൽ കൂടെ നടക്കുകയാണെങ്കിൽ സീ ബ്രീസ് വരും, അതായത് അവിടെ നിന്ന് വരുന്ന കാറ്റിൽ മോയ്സ്ചറിൻ്റെ അംശം അതിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടാവും, മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു നൈട്രജൻ്റെ കാര്യം എടുക്കുകയാണെന്ന് ചോദിക്കാം. വി ഹാവ് മോയ്സ്റ്റ് നൈട്രജൻ. ഓക്കെ, മോയ്സ്റ്റ് നൈട്രജൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് നൈട്രജൻ ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും, ദാറ്റ് ഈസ് H2 ഗ്യാസ് ഉണ്ടാവും. ഇതിൻ്റെ പ്രഷർ ഞാൻ പി ഒബ്സർവ്ഡ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മോയിസ്റ്റ് ഗ്യാസ് ഉണ്ട്. ആ മോയിസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ പി ഒബ്സർവ്ഡ്, ദാറ്റ് ഈസ് നമ്മുടെ അതിൻ്റെ ഒബ്സർവ് ചെയ്യുന്ന പ്രഷർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ മോയിസ്റ്റ് ഗ്യാസിൻ്റെ ഒബ്സർവ്ഡ് പ്രഷർ നമ്മുടെ കയ്യിലുണ്ട്, പി ഒബ്സർവ്ഡ് ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് നൈട്രജൻ്റെ മാത്രം പ്രഷറാണ്. ഓക്കെ, ഡ്രൈ നൈട്രജൻ്റെ പ്രഷറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോൾട്ടൺസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നൈട്രജൻ ഗ്യാസ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ദാറ്റ് ഇസ് H2O ഗ്യാസ് ഉണ്ട്. ഈ രണ്ട് പേരുടെയും ടോട്ടൽ പ്രഷറാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഷർ, നമ്മൾ ഒബ്സർവ് ചെയ്ത പ്രഷർ. പി ഒബ്സർവ്ഡ് ഇസ് ദ ടോട്ടൽ പ്രഷർ ഓഫ് ഡ്രൈ നൈട്രജൻ പ്ലസ് വാട്ടർ വേപ്പർ. ഇപ്പം നമുക്ക് ഡ്രൈ നൈട്രജൻ്റെ പ്രഷർ വേണമെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു pressure of nitrogen plus pressure of H2O gas. Okay, if we need the pressure of the dry nitrogen, then what we have to do is we have to subtract the pressure of water vapor from the observed pressure. ഈ രണ്ടിൻ്റെയും ടോട്ടൽ ഒബ്സർവ്ഡ് പ്രഷർ ഇന്ന് വാട്ടർ വേപ്പറിന് ആ ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ ഉണ്ടോ അത്രയും പ്രഷർ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കിട്ടുക. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, pressure of any dry gas is equal to observed pressure minus the pressure of water vapor. It is commonly known as aqueous tension. Okay, അപ്പോൾ നമുക്കത് കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഇക്വേഷനാണ്. ഒരു മോയിസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ we have to subtract the pressure of water vapor. Pressure of water vapor is known as aqueous tension. Okay, but aqueous tension is the pressure of water vapor at a particular temperature. Aqueous tension depends on temperature. It depends on temperature. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ എപ്പോഴും തന്നിട്ടുണ്ടാവും. 25 degrees Celsius the aqueous tension or pressure of water vapor is this one. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാട്ടർ വേപ്പറിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ അക്വസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാത്രമേ അക്വസ് ടെൻഷൻ മാറുള്ളൂ. സോ അക്വസ് ടെൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ദിസ് ഈസ് ദി സെക്കൻഡ് ആപ്ലിക്കേഷൻ. പ്രഷർ ഓഫ് എനി ഡ്രൈ ഗ്യാസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഒബ്സർവ്ഡ് പ്രഷർ. നമുക്ക് അതിൽ നിന്ന് ആക്ച്വലി കിട്ടുന്ന പ്രഷറിൽ നിന്ന് വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ആപ്ലിക്കേഷൻ നമ്പർ 2. ഇപ്പോൾ നമ്മൾ ഡാൾട്ടൺസ് ലോ നോക്കി. ആ ഡാൾട്ടൺസ് ലോയ്ക്ക് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഉള്ളത് നോക്കി. അടുത്ത് നമ്മൾ വേറൊരു ലോയിലേക്ക് പോവാണ്. ദ ലോ ഈസ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഈ ലോ പറയുന്നതിന് മുന്നേ എന്താണ് ഡിഫ്യൂഷൻ എന്ന് മനസ്സിലാക്കണം. നമുക്കൊരു 2 ടേംസ് ഉണ്ട്, ഡിഫ്യൂഷൻ ആൻഡ് എഫ്യൂഷൻ. ഡിഫ്യൂഷനും എഫ്യൂഷനും. എന്താണ് ഈ ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാൻ പോവാം. അതിന് 2 പാർട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അറ്റ് 10 atm പ്രഷർ. ഓക്കെ, ദിസ് സെപ്പറേഷൻ ഈസ് റിമൂവൽ വൺ. അല്ലെങ്കിൽ നമുക്കിതിന് ഇവിടെ ഒരു ഹോൾ ഇടാൻ പറ്റും എന്നൊക്കെ വിചാരിക്കാം, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെപ്പറേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ O2 ഗ്യാസ് ഈസ് ആ 10 atm. ഇതിനകത്ത് ഗ്യാസ് ഒന്നുമില്ല, ഇത് എംപ്റ്റി ചേമ്പറാണ്. ഓക്കെ, ഈ ചേമ്പറിൽ ഓക്സിജൻ ഉണ്ട് അറ്റ് 10 atm. ഹൈ പ്രഷറിൽ ഞാൻ ഓക്സിജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടെയ്നർ എംപ്റ്റി ആണ്, ദാറ്റ് ഈസ് അവിടെ പ്രഷർ വളരെ കുറവാണ്. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റ് ഒരു
ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ചേമ്പറിനിടയ്ക്കുള്ള സെപ്പറേഷനിൽ നമ്മൾ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്താൽ ഡെഫിനറ്റ്ലി ഓക്സിജൻ ഗ്യാസ് ഇവിടുന്ന് എന്ത് ചെയ്യും, മറ്റേ ചേമ്പറിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഗ്യാസ് ഹൈ പ്രഷറുള്ള ഏരിയയിൽ നിന്ന് ലോ പ്രഷറുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്തു, പോയി. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ ഗ്യാസ് ഫ്രം ഇറ്റ്സ് ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഒരു ഗ്യാസ് ഹൈ പ്രഷറുള്ള റീജിയനിൽ നിന്ന് ലോ പ്രഷറുള്ള റീജിയനിലേക്ക് പോകുന്ന, അത് ട്രാവൽ ചെയ്യുന്ന ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇഫ് ദ ഹോൾ ഈസ് ടു സ്മോൾ, ഈ ഹോള് വളരെ ചെറുതാണെന്ന് വിചാരിക്കാം, വളരെ നാരോ ഓപ്പണിംഗ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും, ഇവിടെ പ്രഷർ കുറവും തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ നാരോ ഓപ്പണിങ്ങിലൂടെയല്ലേ ഓക്സിജൻ അങ്ങോട്ട് പോവാം, ആ സ്മോൾ ഹോൾ വഴിയല്ലേ അപ്പുറത്തേക്ക് പോവാം. ആ ഫിനോമിനയ്ക്ക് വിളിക്കുന്ന പേരാണ് എഫ്യൂഷൻ. ഓക്കെ, എഫ്യൂഷൻ ആയാലും ശരി ഡിഫ്യൂഷൻ ആയാലും ശരി, ഗ്യാസ് അതിൻ്റെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെ ട്രാവൽ ചെയ്ത് പോകുന്ന ഫിനോമിനയാണ്. ഡിഫ്യൂഷൻ നടക്കുന്നത് ഒരു ലാർജ് ഓപ്പണിങ്ങിലൂടെയും എഫ്യൂഷൻ നടക്കുന്നത് ഒരു സ്മോൾ ഓപ്പണിങ്ങിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, നമ്മളൊരു ബലൂണ് ഫില്ല് ചെയ്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. ഓക്കെ, കുറേ സമയം വളരെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ ബലൂണിൻ്റെ സൈസ് കുറയും. ഓക്കെ, നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് കിട്ടിയാലും അതിനകത്തൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിലൂടെ ബലൂണിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ബലൂണിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ ബലൂണിനകത്ത് പ്രഷർ വളരെ കൂടുതലാണ്. ഓക്കെ, ആ ഹൈ പ്രഷറിലിരിക്കുന്ന ഗ്യാസ് എന്ത് ചെയ്യും, ആ മൈന്യൂട്ട് ഓപ്പണിങ്ങിലൂടെ ഇങ്ങനെ മെല്ലെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഫിനോമിനയാണ് എഫ്യൂഷൻ. ഇപ്പോൾ വളരെ ചെറിയൊരു ഹോൾ വഴി, ഒരു ഓറിഫൈസ് വഴി അല്ലെങ്കിൽ സ്മോൾ ഹോൾ വഴി ഒരു ഗ്യാസ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഫിനോമിനയാണ് എഫ്യൂഷൻ. ഓക്കെ, സെയിം ഫിനോമിന, അതായത് ഒരു ഗ്യാസ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മൂവ് ചെയ്ത് പോയി, പക്ഷേ അതൊരു ലാർജ് ഓപ്പണിങ്ങിലൂടെ ആണെങ്കിൽ ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ക്ലിയർ? ശരി, ഈ ഡിഫ്യൂഷനും എഫ്യൂഷനും, ഡിഫ്യൂഷൻ ആയാലും ശരി എഫ്യൂഷൻ ആയാലും ശരി, കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ ആൻഡ് എഫ്യൂഷൻ. അത് പറയുന്നതിന് മുന്നേ സെയിം കണ്ടീഷനിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 580 ml ഈ കണ്ടെയ്നറിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി ഹൈഡ്രജൻ ഗ്യാസ് ഈ കണ്ടെയ്നറിൽ നിന്ന് അപ്പുറത്തേക്ക് പോവും. ഓക്കെ, ഇവിടെ പ്രഷർ വളരെ കുറവാണ്, ലോ പ്രഷർ, ഗ്യാസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. ഇവിടെ പ്രഷർ കുറവാണ്. മനസ്സിലായോ? രണ്ടും ഐഡൻറ്റിക്കൽ കണ്ടെയ്നേഴ്സാണ്. ഈ ഹോളിൻ്റെ സൈസ് രണ്ടിടത്തും സെയിം ആണെന്ന് വിചാരിക്കുക. രണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. രണ്ട് കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിലെ ഓക്സിജൻ ഗ്യാസ്, മറ്റേ കണ്ടെയ്നറിൽ ഹൈഡ്രജൻ ഗ്യാസ്. രണ്ടുപേരെയും ഞാനൊരു ഹോൾ വഴി ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മൂവ് ചെയ്യാൻ അനുവദിച്ചാൽ ഐഡൻറ്റിക്കൽ ഹോൾസ് ആണെന്നും വിചാരിക്കാം. ഓക്സിജനും മൂവ് ചെയ്ത് പോവും, ഹൈഡ്രജനും മൂവ് ചെയ്ത് പോവും. ഓക്കെ, പക്ഷേ ഹൈഡ്രജൻ പോകുന്ന സ്പീഡും, ദാറ്റ് ഈസ് ഹൈഡ്രജൻ മൂവ് ചെയ്ത് പോകുന്ന സ്പീഡും ഓക്സിജൻ മൂവ് ചെയ്ത് പോകുന്ന സ്പീഡും കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ മൂവ് ചെയ്ത് പോകുന്ന സ്പീഡായിരിക്കും വളരെ കൂടുതൽ. കാരണം ഓക്സിജൻ അറിയാം, ഓക്സിജൻ്റെ മോളാർ മാസ് എത്രയാണ്? 32. ഹൈഡ്രജൻ്റെ മോളാർ മാസ് എന്താ? 2. വളരെ കുഞ്ഞു ഗ്യാസാണ് ഹൈഡ്രജൻ, മാസ് വളരെ കുറവാണ്. ഓക്സിജൻ്റെ മോളാർ മാസ് 32 ആണ്, ഇച്ചിരി വെയിറ്റ് ഉള്ള ഗ്യാസാണ്. അപ്പോൾ മാസ് കൂടുന്നതനുസരിച്ച് അതിന് മൂവ് ചെയ്യേണ്ട കപ്പാസിറ്റി കുറയും. ശരിയല്ലേ? വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ വളരെ സ്പീഡിൽ പോവാം, വെയിറ്റ് കൂടിയ ആളുടെ മൂവിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഐഡൻറ്റിക്കൽ കണ്ടീഷനിൽ രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസിനെ നമ്മൾ ഡിഫ്യൂസോ എഫ്യൂസോ ചെയ്യാൻ അനുവദിച്ചാൽ, ഡിഫ്യൂഷനോ എഫ്യൂഷനോ നടന്നാൽ മാസ് കൂടിയ ആളിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ലൈറ്റർ ഗ്യാസ്. അപ്പോൾ ഗ്യാസ് ഹെവിയറായിട്ട് മാറുന്നതനുസരിച്ച് അതിൻ്റെ ഡിഫ്യൂസിങ് അല്ലെങ്കിൽ എഫ്യൂഷൻ നടക്കേണ്ട കപ്പാസിറ്റി കുറയും. അപ്പോൾ മാസ് കൂടുന്നതനുസരിച്ച്, മാസ് ഇൻക്രീസ് ചെയ്താൽ എഫ്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ ഡിക്രീസ് ചെയ്യും എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഡിഫ്യൂഷൻ എഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരു ലാർജ് ഹോൾ വഴി ഒരു ഗ്യാസ് മൂവ് ചെയ്ത് പോകുന്ന ഫിനോമിനയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുക. വളരെ മൈന്യൂട്ടായിട്ടൊരു ഹോൾ, നമ്മൾ ഓറിഫൈസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം.
അത് വഴി ഒരു ഗ്യാസ് മൂവ് ചെയ്ത് പോയ ഫിനോമിനയ്ക്കാണ് നമ്മൾ എഫ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലായി, മാസ് കൂടുന്നതനുസരിച്ച് എഫ്യൂഷനും ഡിഫ്യൂഷനും നടക്കാനുള്ള ചാൻസസ്, അതായത് സ്പീഡ് കുറയും. ഓക്കെ, ഇങ്ങനൊരു കണ്ടീഷൻ കൂടെ നോക്കിക്കോ. ഡിഫ്യൂഷൻ മനസ്സിലാക്കാനുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിൽ ഓക്സിജൻ ഗ്യാസ് ഉണ്ട് അറ്റ് 10 atm. ഓക്കെ, ഇപ്പുറത്ത് ഹീലിയം ഗ്യാസ് ഉണ്ട് അറ്റ് 10 atm. ഓക്കെ, രണ്ടുപേരെയും സപ്പോസ് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ടുപേരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ഇപ്പുറത്ത് ഓക്സിജൻ, ഇപ്പുറത്ത് ഹീലിയം. ഈ ഓപ്പണിംഗ് ഇല്ല കേട്ടോ. ഇനി നമ്മൾ ആ ഓപ്പണിംഗ് ഇടുമ്പോൾ നമ്മൾ ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഇപ്പുറത്തും ഓക്സിജൻ, ഇപ്പുറത്തും ഹീലിയം. ഓക്സിജൻ്റെ പ്രഷർ 10 atm, ഹീലിയത്തിൻ്റെ പ്രഷർ 10 atm. ദാറ്റ് ഈസ് ആ സെപ്പറേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പ്രഷർ സെയിമാണ്, 10 atm 10 atm. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ 10 atm ഇവിടെ ഗ്യാസ് ഒന്നും ഇല്ല. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഗ്യാസ് മൂവ് ചെയ്ത് വന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ് 5 atm ഗ്യാസ് ഒന്നും ഇല്ല, ലോ പ്രഷറാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഗ്യാസ് മൂവ് ചെയ്ത് വന്നു. ഇവിടെ രണ്ട് സൈഡിലുള്ള പ്രഷർ സെയിമാണ്. ഇവിടെയും 10 atm ആണ്, ഇവിടെയും 10 atm ആണ്. പക്ഷേ ഇവിടെയുള്ള ഗ്യാസ് ഏതാ? ഓക്സിജൻ. ഇവിടെയുള്ള ഗ്യാസ് ഏതായിരുന്നു? ഹീലിയം. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടാൽ, ഈ ഹോൾ ഇട്ടാൽ ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോവും, ഹീലിയം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരും. ഓക്കെ, ടിൽ ദ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ബിക്കംസ് ഈക്വൽ. ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ 10 atm ഓക്സിജൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പണിംഗ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഓക്സിജൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് പോയി. അപ്പോൾ രണ്ട് ചേമ്പർ ഉണ്ട്, അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഇവിടെ പ്രഷർ ആദ്യം ലോ ആയിരുന്നു, ഇവിടെ പ്രഷർ ഹൈ ആയിരുന്നു. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഗ്യാസ് മൂവ് ചെയ്ത് പോയി. ഇങ്ങനെ മൂവ് ചെയ്ത് പ്രോസസ്സ് എപ്പോൾ നിൽക്കും? ഇവിടെ 5 atm, ഇവിടെ 5 atm ആകുമ്പോൾ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. ദാറ്റ് ഈസ് രണ്ട് സൈഡിലുള്ള പ്രഷർ ഈക്വൽ ആകുമ്പോൾ ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആവും, ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആവും. നമ്മൾ പറയാതെ അത് ഈക്വലിബ്രിയം പൊസിഷനിലെത്തി. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് പോയി. ഹൈ പ്രഷറും ലോ പ്രഷറും എന്ന് പറഞ്ഞു. ഈ പ്രോസസ്സ് കഴിഞ്ഞ് കുറേ സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കുറേ ഗ്യാസ് ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ പ്രഷർ മെല്ലെ ഇൻക്രീസ് ആവും. ആഫ്റ്റർ സം ടൈം ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? കുറയും. കാരണം ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പ്രഷർ കുറയും, ഇവിടെ പ്രഷർ കൂടും. അപ്പോൾ 2.5 atm, ഇവിടെ 2.5 atm ആയി എന്ന് വിചാരിക്കും. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് സ്റ്റോപ്പായി. അപ്പോൾ ഗ്യാസ് ഇങ്ങനെ മൂവ് ചെയ്യും. ഏതുവരെ മൂവ് ചെയ്യും? എപ്പോഴാണോ രണ്ട് റീജിയനിലുള്ള പ്രഷർ സെയിം ആകുന്നത് ആ സമയം വരെ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ എഫ്യൂഷൻ എന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞിരിക്കണേ? ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിക്കോ, രണ്ട് പ്രഷറും സെയിം ആണ്. എങ്കിലും ഇവിടെ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 10. വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ റൈറ്റ് ചേംബർ? 0. മനസ്സിലായോ? ഹിയർ ദ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 10 atm. റൈറ്റ് സൈഡിലുള്ള കണ്ടെയ്നറിൽ, ദാറ്റ് ഇസ് ആ ചേംബറിൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 0 ബിക്കോസ് അവിടെ ഓക്സിജൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഓക്സിജൻ വിൽ മൂവ് ഫ്രം ഹയർ റീജിയൻ ഓർ ഹയർ പ്രഷർ ടു ലോ പ്രഷർ. അപ്പോൾ ആക്ച്വലി ഡിഫ്യൂഷൻ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ ഗ്യാസ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ഓർ ഹയർ പ്രഷർ ടു ഇറ്റ്സ് ലോവർ പ്രഷർ. ഓക്കെ, ഗ്യാസ് മൂവ് ചെയ്യുമ്പോൾ ആ ഗ്യാസിൻ്റെ പ്രഷർ കൂടുതൽ എവിടെയാണോ അവിടുന്ന് അതിൻ്റെ പ്രഷർ കുറവുന്ന റീജിയനിലേക്ക് മൂവ് ചെയ്യും ടിൽ ദ പ്രഷർ ഓഫ് ബോത്ത് ദ കമ്പാർട്ട്മെൻറ്റ് ബിക്കംസ് ഈക്വൽ. ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓക്സിജൻ്റെ പ്രഷർ എത്രയാണ്? 10 atm. ഹൈലിയത്തിൻ്റെ പ്രഷർ 10 atm. അപ്പോൾ ഡെഫിനറ്റ്ലി ഓക്സിജൻ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും. കാരണം റൈറ്റ് ചേംബറിൽ ഓക്സിജൻ ഗ്യാസിൻ്റെ പ്രഷർ 0 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യും? റൈറ്റ് ചേംബറിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, എപ്പോൾ വരെ മൂവ് ചെയ്യും? ഓക്സിജൻ ഇവിടെയും ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഇവിടെ ഓക്സിജൻ്റെ പ്രഷർ എത്രയായിരുന്നു? 10. ഇവിടെ പ്രഷർ 0. അപ്പോൾ ഡെഫിനറ്റ്ലി ഓക്സിജൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും ടിൽ ദ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് സെയിം ഇൻ ബോത്ത് ദ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ പ്രഷർ 5 atm ആയി, ഇവിടെ ഓക്സിജൻ്റെ പ്രഷർ 5 atm ആയി. ഓക്കെ, ഓക്സിജൻ മൂവ് ചെയ്തു. ഹീലിയം നോക്കിക്കോ,
ഇവിടെ ഹീലിയത്തിൻ്റെ പ്രഷർ എത്രയാണ്? 10 atm. ലെഫ്റ്റ് ചേംബറിൽ ഹീലിയത്തിൻ്റെ പ്രഷർ 0യാണ്. അപ്പോൾ ഹീലിയത്തിൻ്റെയും റൈറ്റ് ചേംബറിൽ നിന്ന് ലെഫ്റ്റ് ചേംബറിലേക്ക് ഡെഫിനറ്റ്ലി മൂവ് ചെയ്യും ടിൽ ദ പ്രഷർ ബിക്കംസ് 5 and 5. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഡിഫ്യൂഷൻ ബോത്ത് ദ കമ്പാർട്ട്മെൻറ്റ് വിൽ ഹാവ് ബോത്ത് ദ ഗ്യാസസ്. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും 2 ഗിരിയും കാണും. ഇവിടെ ഹീലിയം ഉണ്ടാവും 5 atm. This also will contain helium at 5 atm. ഓക്കെ, അപ്പോൾ 2 ചേംബറിലും 2 ഗ്യാസും ഉണ്ട്, 2 സൈഡിലും 2 പേരുടെ പ്രഷറും സെയിം ആണ്. ഇതാണ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ എഫ്യൂഷൻ എന്ന പ്രോസസ്സ്. അപ്പോൾ ഡിഫ്യൂഷൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഗ്യാസ്, ആ ഗ്യാസിൻ്റെ പ്രഷർ ഹൈ ആയ പോർഷനിൽ നിന്ന് അതിൻ്റെ പ്രഷർ ലോ ആയ പോർഷനിലേക്ക് മൂവ് ചെയ്ത് പോകുന്ന ഫിനോമിനയാണ് ഡിഫ്യൂഷൻ. ടിൽ the pressure of both the portion or both the compartment or both the chambers will be the same. ഓക്കെ, പ്രഷർ എപ്പോഴും 2 സൈഡിലും സെയിം ആവുന്നുണ്ടോ അതുവരെ ഗ്യാസ് ഇങ്ങനെ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വെറും പ്രഷർ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിളും കൂടെ പറഞ്ഞത്. ഇപ്പോൾ നോർമലി നമ്മൾ പറയുമ്പോൾ ഇവിടെയും 10 atm അവിടെയും 10 atm അങ്ങനെ അല്ല നോക്കുന്നത്. ഓക്സിജൻ്റെ പ്രഷർ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് ഓക്സിജൻ്റെ പ്രഷർ കുറവുന്ന പോർഷൻ ഏതാണോ അവിടേക്ക് ഓക്സിജൻ മൂവ് ചെയ്യും. ഹീലിയത്തിൻ്റെ പ്രഷർ കൂടിയ പോർഷൻ ഏതാണോ അവിടെ നിന്ന് ഹീലിയത്തിൻ്റെ പ്രഷർ കുറഞ്ഞ പോർഷൻ ഏതാണോ അവിടേക്ക് മൂവ് ചെയ്ത് പോകും. അപ്പം അങ്ങനെ സംഭവിച്ച ശേഷം ആ ചേംബറിൽ 2 പേരുടെയും കോമ്പോസിഷൻ ഇങ്ങനെയായിരിക്കും. ഇതാണ് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ്. ഓക്കെ, ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്താണ് നമുക്കൊരു ടേം പഠിക്കാനുണ്ട്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന ടേം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കോ. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ കണ്ടെയ്നറിൽ ഞാനൊരു സപ്പോസ് ലെറ്റ് ഇറ്റ് ബി ഓക്സിജൻ, ഒരു 20 ml ഓക്സിജൻ ഉണ്ടായിരുന്നു. ഇതിലൊരു സ്മോൾ ഹോൾ വീണു. ഇതൊരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഹോൾ വഴി അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 10 atm ഓക്സിജൻ എന്ന് വിചാരിക്കാം. 10 atm പുറത്ത് ഓക്സിജൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രഷർ വളരെ കുറവാണ്. അപ്പോൾ ഈ കണ്ടെയ്നറിൽ നിന്ന് ഈ ഹോൾ വഴി ഓക്സിജൻ പുറത്തേക്ക് പോകും. ഓക്കെ, ഒരു 10 seconds സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 10 second ടൈം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ കണ്ടെയ്നറിനകത്ത് 10 ml ഓക്സിജൻ റിമൈൻ ചെയ്തു, ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ആ കണ്ടെയ്നറിൽ 20 ml ഓക്സിജൻ ഉണ്ടായിരുന്നു അറ്റ് 10 atm പ്രഷർ. 20 ml ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ പ്രഷർ 10 ആയിരുന്നു. ഒരു 10 സെക്കൻഡ് സമയം കൊണ്ട് ആ കണ്ടെയ്നറിനകത്തുള്ള ഓക്സിജൻ്റെ അമൗണ്ട് എത്രയായിട്ട് മാറി? 10 ml. ദാറ്റ് മീൻസ് 10 ml ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോയി. ഓക്കെ, എത്ര ടൈം ഉണ്ടായിരുന്നു? 10 സെക്കൻഡ്. ക്ലിയർ? ഇപ്പോൾ നമ്മളിപ്പോൾ ഓടുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വെലോസിറ്റി എങ്ങനെ പറയും, അല്ല സ്പീഡ് എങ്ങനെ പറയും? യൂണിറ്റ് ടൈമിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തോ അതുമല്ലേ നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുക, സ്പീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്നാണ്. നമ്മുടെ കാര്യം നടക്കുകയോ ഓടുകയോ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യുക ചെയ്യുന്നത്. ഡിഫ്യൂഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറേ വോളിയം ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റേറ്റ് എന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡ് എന്ന് തന്നെയാണ്. സ്പീഡിൻ്റെ നമ്മൾ കെമിസ്ട്രിയിൽ സ്പീഡിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് റേറ്റ്. റേറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു സ്പീഡ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ സ്പീഡ് ഓഫ് ഡിഫ്യൂഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ച് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡ് ടൈമിൽ എത്ര വോളിയം ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് പോയേക്കണേ? 10 ml. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം 1 സെക്കൻഡിൽ 10 സെക്കൻഡ് 10 ml ഡിഫ്യൂസ് ചെയ്താൽ 1 സെക്കൻഡിൽ 1 ml ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇതാണ് സ്പീഡ് ഓഫ് ഡിഫ്യൂഷൻ. അതായത് യൂണിറ്റ് ടൈമിൽ എത്ര വോളിയം ഗ്യാസ് ഡിഫ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടോ ആ അമൗണ്ടിന് പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഡിഫ്യൂഷൻ. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഡിഫ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, നമ്മൾ വെലോസിറ്റി പറഞ്ഞ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ്. ഇവിടെ വോളിയം ഡിഫ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R is equal to volume of gas diffused by time taken for diffusion. This is
how we are calculating the rate of diffusion. Clear? അപ്പോൾ rate of diffusion R is equal to volume of gas diffused by time taken for diffusion, or we can write R is equal to V by T. അപ്പോൾ എന്താ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ യൂണിറ്റ് ടൈമിൽ എത്ര വോളിയം ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ടോ ആ വോളിയത്തിന് പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: വോളിയം ഡിഫ്യൂസ്ഡ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര വോളിയം ഡിഫ്യൂസ് ചെയ്ത് നോക്കുക, ആ ഡിഫ്യൂസ് ചെയ്ത വോളിയത്തിന് എത്ര ടൈമിൽ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ടോ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ടി. ഓക്കെ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ, നമ്മൾ ഒരു ഫാക്ടർ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ദാറ്റ് ഈസ് ഗ്യാസിൻ്റെ മാസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ മൂവിങ് കപ്പാസിറ്റി കുറയും. ഹെവി ആയിട്ട് മാറുന്നതനുസരിച്ച് ഓടാനുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകാനുള്ള ആ ഒരു റേറ്റ് സ്പീഡ് കുറയും. ക്ലിയർ? അപ്പോൾ മോളാർ മാസ് കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ത് ചെയ്യണം? കുറയണം. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ മോളാർ മാസ്. ഓക്കെ. നമ്പർ 2 pressure. Number 3 temperature. Number 4 area of the orifice or area of the opening. നമ്മളിപ്പോൾ ഡിഫ്യൂഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എഫ്യൂഷൻ നടക്കുമ്പോഴോ ഒരു ഓപ്പണിംഗ് വഴിയായിരിക്കും ഈ ഗ്യാസ് ഡിഫ്യൂസ് ചെയ്ത് പോവുക. ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് ഡിഫ്യൂസ് ചെയ്ത് പോകുന്ന ഗ്യാസിൻ്റെ വോളിയം കൂടില്ലേ? അപ്പോൾ ഏരിയ ഓഫ് ഓപ്പണിംഗ് കൂടുന്നതനുസരിച്ച്, ഏരിയ ഓഫ് ഓറിഫൈസ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും. അപ്പോൾ ഈ പറഞ്ഞ 4 ഫാക്ടേഴ്സാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്റ്റ് ചെയ്യുക: മോളാർ മാസ്, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഏരിയ. അപ്പോൾ ഞാനിത് ഇങ്ങനെ എഴുതി: റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, മോളാർ മാസ് കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ത് ചെയ്യും? കുറയണം. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ മോളാർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. ഓക്കെ. പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനലാണ്, ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. ഏരിയ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുക ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ 4 ഫാക്ടേഴ്സ്: മോളാർ മാസ്, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഏരിയ ഓഫ് ദി ഓപ്പണിംഗ്. ക്ലിയർ? ഇനി നമുക്ക് നേരെ ലോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എന്താണ്? ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തേക്കുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ മാസ് കൂടുന്നതനുസരിച്ച് കുറയും. ഓക്കെ. ഇനി എന്താണ് ഗ്രഹാംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോളൂ. അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യണം. ആ ഡിഫ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ദിസ് ഈസ് ഗ്രഹാംസ് ലോ. ഓക്കെ. At a particular temperature, rate of diffusion of any gas will be inversely proportional to the square root of density. ഇതാണ് ഗ്രഹാംസ് ലോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. At a particular temperature, rate of diffusion of any gas will be inversely proportional to square root of density. Density എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് ബൈ വോളിയം. ഓക്കെ. ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് അത് ഹെവി ആയിട്ട് മാറണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് വേർഷനാണ് അത്. മാസ് കൂടുന്നതനുസരിച്ച് റേറ്റ് കുറയും. മാസ് കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി എന്ത് ചെയ്യും? ദാറ്റ് ഇസ് അത് ഹെവി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, ഡെൻസിറ്റി കൂടും. അപ്പോൾ ഡെൻസിറ്റി കൂടി വരുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറയും എന്നാണ് ഗ്രഹാംസ് ലോ പറഞ്ഞേക്കണേ. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. 2 ഡിഫറെൻറ്റ് ഗ്യാസ് കൺസിഡർ ചെയ്യാണ്. ഗ്യാസ് നമ്പർ 1, ഗ്യാസ് നമ്പർ 2. ഇഫ് ദി 2 gases are diffusing under same condition, they are at same temperature, same pressure and all, same conditionൽ 2 ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്നുവെങ്കിൽ we can say rate of diffusion of the first gas inversely proportional to square root of density of the first gas, and rate of diffusion of the second gas is directly proportional to 1 by d2. അല്ലേ? R1 proportional to 1 by root d1, R2 proportional to 1 by root d2. ഞാൻ സ്ക്വയർ റൂട്ട് 1ൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അങ്ങനെ കൊടുത്തേ ഉള്ളൂ. ഇതിൻ്റെ റേഷ്യോ എടുത്താൽ എങ്ങനെ വരാം? R1 by R2 എടുത്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R1 proportional to 1 by root d എന്നാണ്. സോ ഇറ്റ് വിൽ ബിക്കം d2 by d1. പ്രോബ്ലം ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. സോ
when two gases diffuse under same condition. When two gases diffuse under same condition, that is same temperature, same pressure, രണ്ട് different gases diffuse ചെയ്താൽ അവിടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ കണക്ഷൻ ഇങ്ങനെയായിരിക്കും R1/R2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് D2/D1, where D2 is the density of the second gas, D1 is the density of the first gas. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മറക്കരുത്, എന്താണ് R1/R2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് D2/D1. അപ്പോൾ ഡെൻസിറ്റി എപ്പോഴും നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ കൺഫേം ചെയ്ത ഫോമിൽ എന്താണ് R1/R2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് D2/D1. ദിസ് ഈസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡെൻസിറ്റീസ് എപ്പോഴും വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ ഡെൻസിറ്റീനെ മാറ്റിയിട്ട് മോളാർ മാസിൻ്റെ ടേമിൽ കൊണ്ടുവരാൻ പോവാം. ക്ലിയർ? അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ, R1/R2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് D2/D1, where D1 and D2 are the densities of two different gases. Okay, which is equal to, ഞാൻ that is ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. That is density of the gas 2 by density of hydrogen divided by density of the gas 1 divided by density of hydrogen. That is, ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇത് ആക്ച്വലി D2/D1 തന്നെയാണ്. ഓക്കെ, മുകളിലും താഴെയും ഞാൻ ഡെൻസിറ്റി ഓഫ് ഹൈഡ്രജൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തതാണ്. What is density of gas by density of hydrogen under same condition? നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൊട്ട് മുന്നേ പഠിച്ചതാ. Density of gas by density of hydrogen is its vapor density. Okay, so this is again equal to square root of density of the gas 2 by density of hydrogen. That becomes vapor density of the gas 2 divided by density of the gas 1 by density of hydrogen. That becomes vapor density of the gas 1. Left side എന്തായിരുന്നു R1/R2. Second relation. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിലേഷൻ എന്താണ് R1/R2 is equal to square root of D2/D1, അല്ലെങ്കിൽ R1/R2 equal to square root of vapor density 2 by second gas by vapor density of the gas 1. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. So that the value will be the same. 2 cancel ചെയ്ത് പോകും. ഇവിടെയും ഡെൻസിറ്റി ക്യാൻസൽ ചെയ്ത് പോകും, ഹൈഡ്രജൻ്റെ ഡെൻസിറ്റീസ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് 2 into വേപ്പർ ഡെൻസിറ്റി? മോളാർ മാസ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, R1/R2 is again equal to square root of vapor density of the gas 2 into 2. It is the molar mass of the gas 2 divided by molar mass of gas 1. അപ്പോൾ R1/R2 equal to square root of M2 divided by M1. സോ അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഡിഫ്യൂഷന് 3 ടേംസായിട്ട് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ്, വേപ്പർ ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ്. അപ്പോൾ അത് എഴുതുന്നതിങ്ങനെയാണ്. ഫസ്റ്റ് റിലേഷൻ R1/R2 is equal to square root of D2/D1, where D1 and D2 are the densities of the two gases, which is again equal to square root of vapor density of the gas 2 by vapor density of the gas 1. Second relation, which is again equal to square root of M2 by M1. Okay, അപ്പോൾ the rate of R1/R2, rate of diffusion of two different gases, R1/R2 equal to D2/D1, vapor density and molar mass. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സാധാരണ R1/R2 is equal to square root of M2 by M1. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പം കമ്പയർ ചെയ്യുന്ന ഗ്യാസിൻ്റെ മോളാർ മാസും റേറ്റ് ഓഫ് ഡിഫ്യൂഷനും കമ്പയർ ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയത് വാട്ട് ആർ ദ റിലേഷൻ ബിറ്റ്വീൻ വേപ്പർ ഡെൻസിറ്റീസ് ആൻഡ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് ഡെൻസിറ്റി, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് വേപ്പർ ഡെൻസിറ്റി, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് മോളാർ മാസ്. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് പറഞ്ഞു. ഏരിയ ഓഫ് ദാറ്റ് ഓറിഫൈസ്, ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയ, ഓക്കെ, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് മോളാർ മാസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇക്വേഷൻ ഇതാണെങ്കിൽ അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു PA divided by square root of 2 RTM. Okay, where P is the pressure of gas, A എന്ന് പറഞ്ഞാൽ ആ ഓപ്പണിംഗ്, ദാറ്റ് ഈസ് ആ ഹോളിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, 2 R, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, M എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിൻ്റെ മോളാർ മാസ്. ഓക്കെ,
rate of diffusion as well as rate of effusion is equal to PA by square root of 2 pi RT by M എന്നാണ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് എല്ലാ ഫാക്ടേഴ്സും വരും, പ്രഷർ വരും, ടെമ്പറേച്ചർ വരും, മോളാർ മാസ് വരും. ഓക്കെ, നമ്മളിനി ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുക. രണ്ടുപേരുടെ ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കമ്പയർ ചെയ്താൽ when two gases diffuse, two different gas diffuse at same temperature, രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസ് സെയിം ടെമ്പറേച്ചറിൽ ഡിഫ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കമ്പയർ ചെയ്യാനാണ് പോകുന്നത്. സെയിം ടെമ്പറേച്ചറിലാണ് രണ്ടുപേരും ഡിഫ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ മോളാർ മാസ് ഡിഫറെൻ്റ് ആണ്, സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുള്ളൂ, പ്രഷർ ഡിഫറെൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ എഴുതാം. R1 by R2 is equal to rate of diffusionൻ്റെ ഫോർമുല ഇതാണ്. R is equal to PA by square root of 2 pi RTM. ഓക്കെ, ഡിഫറെൻറ്റ് ഗ്യാസ് ആണ്, സെയിം ടെമ്പറേച്ചർ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് എന്തൊക്കെ വരിക? 2 pi R എല്ലാവർക്കും കോമൺ അല്ലേ? എല്ലാ ഗ്യാസിനും ആ 2 pi R ഇത്രയും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അത് റേഷ്യോ എടുക്കുമ്പോൾ ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള സംഭവം ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2 pi R ക്യാൻസൽ ചെയ്ത് പോയി. ദേ ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എന്താ ഉള്ളത്? PAM. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണെന്ന് വിചാരിക്കുക. രണ്ടുപേരും സെയിം ഓപ്പണിങ്ങിലൂടെയാണ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ A കോൺസ്റ്റൻ്റ് ആണ്, 2 pi R കോൺസ്റ്റൻ്റ് ആണ്. ഇനിയുള്ളത് അതിൻ്റെ പ്രഷറും മോളാർ മാസാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതി കൂടെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ്. അപ്പോൾ ഇറ്റ് ഇസ് P1 by P2. ഇനിയുള്ളത് M ആണ്. അത് ഡിനോമിനേറ്ററിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, അത് സ്ക്വയർ റൂട്ടിനുള്ളിലുമാണ്. ഓക്കെ, ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R1 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു M1. അപ്പോൾ M1 താഴെ വരാം, ഇറ്റ് ഈസ് M2 by M1. അപ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ? എന്തായിരുന്നു? 2 ഡിഫറെൻറ്റ് ഗ്യാസസ് ഡിഫ്യൂസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ത്രൂ സെയിം ഓറിഫൈസ്. ഓക്കെ, ഡിഫ്യൂസ് ചെയ്യുന്ന ആ ഓപ്പണിംഗ് സെയിം ആണ്, ഡിഫ്യൂസ് ചെയ്യുന്ന സെയിം ടെമ്പറേച്ചറിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം R1 by R2 is equal to P1 by P2 into square root of M2 by M1. രണ്ടുപേര് സെയിം പ്രഷറിൽ ഡിഫ്യൂസ് ചെയ്തു വിചാരിക്കാം. പ്രഷർ സെയിം ആണ്, ആ ഓറിഫൈസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം R1 by R2 is equal to ടെമ്പറേച്ചർ ഡിഫറെൻ്റ് അല്ലേ? ടെമ്പറേച്ചറും മോളിക്കുലർ മാസും വരും, രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ T2 M2 by T1 M1. ഓക്കെ, ഇവിടെ പ്രഷർ സെയിം ആണ്, ഇവിടെ ടെമ്പറേച്ചർ സെയിം ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു സെയിം കണ്ടീഷനിൽ രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ സെയിം വോളിയം ഡിഫ്യൂസ് ചെയ്തു വിചാരിക്കാം. സെയിം വോളിയം ഓഫ് 2 ഗ്യാസസ് ഡിഫ്യൂസ് അണ്ടർ സെയിം കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ 2 ഡിഫറെൻറ്റ് ഗ്യാസ് ഡിഫ്യൂസ് അണ്ടർ സെയിം കണ്ടീഷൻ. ആ ഡിഫ്യൂസ് ചെയ്ത രണ്ടുപേരുടെയും വോളിയം സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, R1 by R2 is equal to സെയിം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, ഏരിയ ഓഫ് ഓറിഫൈസ് ഒക്കെ സെയിം ആണ്. ബാക്കി എന്ത് മാത്രം വരും? M മാത്രം വരും. അപ്പോൾ R1 by R2 is equal to square root of M2 by M1. ഓക്കെ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്, V by T. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ഗ്യാസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ എന്നാണ്. സെയിം വോളിയം ഡിഫ്യൂസ് ചെയ്താൽ നമ്മൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇങ്ങനെ എഴുതി, V1 by T1 by V2 by T2. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് M2 by M1. വോളിയം ഓഫ് ഗ്യാസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ, വോളിയം ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, സെയിം വോളിയം ഡിഫ്യൂസ് ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കണേ? when same volume of 2 gases diffuse under same condition. അപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ സെയിം ആണ്, രണ്ടുപേരുടെ വോളിയം സെയിം ആണ്. അപ്പോൾ ഈ V1 V2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ 1 by T1 by 1 by T2. ദാറ്റ് ഈസ് T2 by T1 is equal to
സ്ക്വയർ റൂട്ട് ഓഫ് m2 ബൈ m1. എന്താ ഈ ടി? ഡിഫ്യൂസ് ചെയ്യാൻ അടുത്ത സമയമാണ്. ഓക്കെ, T2ഉം M2ഉം ഒരേ സൈഡിലല്ലോ, ഒരു ദാറ്റ് ഇസ് ന്യൂമറേറ്ററിലാണ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് പറയാം ടൈം ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ദ സെക്കൻഡ് ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്യാസിൻ്റെ സെയിം വോളിയം ഡിഫ്യൂസ് ചെയ്താൽ മോളാർ മാസ് കൂടിയ ഗ്യാസ് കൂടുതൽ ടൈം എടുക്കും എന്നർത്ഥം. ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? T2 പ്രൊപ്പോർഷണൽ ടു M2 കൂടിയാൽ T2 കൂടും, M1 പ്രൊപ്പോർഷണൽ ടു T1. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസിൻ്റെ സെയിം വോളിയം ഡിഫ്യൂസ് ചെയ്താൽ മോളാർ മാസ് കൂടിയ ഗ്യാസ് വിൽ ടേക്ക് മോർ ടൈം ടു ഡിഫ്യൂസ്. ഇതാണ് ഈ റിലേഷൻ. T2 ബൈ T1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് M2 ബൈ M1. അപ്പോൾ എന്താ കണ്ടീഷൻ പറഞ്ഞേക്കണേ? രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസിൻ്റെ സെയിം വോളിയം സെയിം കണ്ടീഷനിൽ ഡിഫ്യൂസ് ചെയ്തു. ഇനി രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസ് സെയിം കണ്ടീഷനിൽ സെയിം ടൈം എടുത്ത് ഡിഫ്യൂസ് ചെയ്തു വിചാരിക്കാം. നമ്മൾ രണ്ട് ഗ്യാസിന് സെയിം ടൈം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഗ്യാസ് ഇവിടെ ഉണ്ട്, രണ്ട് ഗ്യാസിന് സെയിം ടൈമിൽ ഡിഫ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ മാസ് കൂടുന്ന ആളിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറവല്ലേ? അപ്പോൾ മാസ് കൂടിയ ആൾ വളരെ കുറച്ചല്ലേ ഡിഫ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. R1 ബൈ R2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് M2 ബൈ M1 എന്നാണ്. R1 by R2 that is V1 by T1 by V2 by T2 is equal to square root of M2 by M1. ഓക്കെ, സെയിം ടൈമിലാണ് ഡിഫ്യൂസ് ചെയ്തേക്കണേ. അപ്പോൾ T1 is equal to T2. രണ്ട് ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യാനെടുത്ത ടൈം സേവ് ആവും. അപ്പോൾ T1 T2 ക്യാൻസൽ ചെയ്ത് പോയി. V1 by V2 is equal to square root of M2 by M1. If two different gases diffuse under same condition in same time, then volume of the gas diffused is inversely proportional to molar mass. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസ് സെയിം ടൈമിൽ ഡിഫ്യൂസ് ചെയ്താൽ മാസ് കൂടിയ ആൾ കുറച്ച് വോളിയമേ ഡിഫ്യൂസ് ചെയ്യുള്ളൂ, മാസ് കുറഞ്ഞ ആൾ എന്ത് ചെയ്യും? കൂടുതൽ ടൈം എടുത്ത് കൂടിയ വോളിയം ഡിഫ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഹൈഡ്രജൻ്റെ മോളാർ മാസ് 2, ഓക്സിജൻ്റെ മോളാർ മാസ് 32. രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസസ്. ഈ ഹൈഡ്രജനും ഓക്സിജനും സെയിം ടൈമിൽ ഡിഫ്യൂസ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? കൂടുതൽ ഡിഫ്യൂസ് ആയി പോവും, കാരണം മാസ് കുറവാണ്, പെട്ടെന്ന് ഡിഫ്യൂസ് ആയി പോവും. അതേ ടൈമിൽ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോളിയം, ഡിഫ്യൂസ് ആയി പോയ ഓക്സിജൻ്റെ വോളിയം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് ഗ്യാസസ് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഡിഫ്യൂസ് ചെയ്താൽ എന്താണ് കമ്പാരിസൺ നമ്മൾ പഠിച്ചു. സെയിം ഗ്യാസ് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഡിഫ്യൂസിൽ എന്താ സംഭവിക്കുകയെന്ന് വിചാരിച്ചു. ഡിഫറെൻറ്റ് ഗ്യാസ് സെയിം വോളിയം ഡിഫ്യൂസിൽ എന്താ സംഭവിക്കുക നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഗ്യാസ് സെയിം കണ്ടീഷനിൽ ഡിഫ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി, എഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് അതിൻ്റെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മൂവ് ചെയ്ത് പോകുന്ന ഫിനോമിനയാണ്. ഒരു സ്മോൾ ഒറിഫൈസ്, ഒരു സ്മോൾ ഹോൾ വഴിയാണ് അത് ഡിഫ്യൂസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മളതിനെ എഫ്യൂഷൻ എന്ന് വിളിക്കും. റേറ്റ് ഓഫ് എഫ്യൂഷനും ഡിഫ്യൂഷനും എന്താ നമ്മൾ പഠിച്ചു? R is equal to PA by square root of 2 pi RT by M. ഇനി ഇത് നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്തു, ഡിഫറെൻറ്റ് ഫോമുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമുല ഒക്കെ യൂസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.